ഇന്നലെ നമ്മുടെ ഭഗവാന്റെ അലങ്കാരം ഒരു കുഞ്ഞു ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള നല്ല കുറുമ്പുള്ള ഉണ്ണിയായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. രണ്ട് തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം തെച്ചിയും നന്ദ്യാർവട്ടപ്പൂക്കൾ കൊണ്ടും കോർത്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഒരെണ്ണം തുളസിയും താമരയും കൊണ്ട് കോർത്തതായിരുന്നു. പിന്നെ രണ്ട് ഉണ്ടമാല ഉണ്ട്, നല്ല തടിച്ചുരുണ്ട് ഒരേ വണ്ണത്തിലുള്ള രണ്ട് ഉണ്ടമാലകളുണ്ട്. ഭഗവാന്റെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് തെച്ചിയും താമരയും കൂടെ കോർത്തതായിരുന്നു. അതിങ്ങനെ ഇടവിട്ട് കോർത്തിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം താമരയും തുളസിയും കൂടെ ഇങ്ങനെ ഇടവിട്ട് കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഉണ്ടമാലകൾ കാണാനായിട്ട്. അതിന് നടുക്കാണ് കുറുമ്പൊക്കെ കാണിച്ചിട്ട് ആ കുറുമ്പന്റെ മുഖഭാവത്തോട് കൂടിയിട്ട് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നെറ്റിയിൽ ഒരു തിലകമൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലിയ കാതുപൂക്കൾ കാതിലിങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പുഞ്ചിരിയാണ് കേട്ടോ. ശരിക്കും ഒരു കുറുമ്പന്റെ ചിരി കണ്ടാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ തന്നെയാണ് ഇന്നലെ ഭഗവാന്റെ പുഞ്ചിരി ഉണ്ടായിരുന്നത്. 3 മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു. വലത്തെ കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇടത്തെ കയ്യിൽ കിങ്ങിണി പിടിച്ചിരിക്കുക. അതിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ പട്ടുകോണമൊക്കെ ഉണ്ട്. ആ കുഞ്ഞി കാലുകളിൽ നല്ല രസത്തിൽ തളകൾ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ കിങ്ങിണി അഴിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. നന്നായി നേദ്യമൊക്കെ കഴിച്ചിട്ടുണ്ടേ. നേദ്യച്ചോറും കാളനും വറുത്തുപ്പേരിയും 4 കൂട്ട് പായസം അങ്ങനെയൊക്കെ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഭഗവാൻ കഴിച്ചിരിക്കണേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പൊട്ടാനായിട്ടാവൂലോ വയറ് നിൽക്കുന്നുണ്ടാവുക. പിന്നെ അതൊന്നും അല്ലാട്ടോ, കുറുമ്പ് കൂടിയിട്ടാണ്. കുറുമ്പ് സഹിക്കാൻ വയ്യാണ്ട് കിങ്ങിണി അഴിഞ്ഞു പോവുക. അപ്പൊ ഇത് അഴിഞ്ഞു പോകുമ്പോൾ അത് പിടിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ നിൽക്കണേ. ഇത് കെട്ടാനും പറ്റണില്ല, കാരണം ഒരു കയ്യിൽ ഓടക്കുഴലുണ്ട്. അപ്പൊ അഴിഞ്ഞു പോകുന്ന കിങ്ങിണി പിടിക്കുകയും വേണം. അപ്പോൾ പോകല്ലേ കിങ്ങിണി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. അമ്മ ഇതൊന്ന് കെട്ടിത്തരൂ എന്ന് നമ്മളെയൊക്കെ നോക്കി പറയുന്നത് പോലെയാണ് ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു വികൃതി രാമനായിട്ട്, കണ്ടാൽ തന്നെ അറിയാം പടുവികൃതിയാണെന്ന്. അങ്ങനെ ഒരു വികൃതിക്കുട്ടനായിട്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണികൃഷ്ണനായിരുന്നു ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ആ ഒരു രൂപം, കിങ്ങിണി അഴിഞ്ഞു പോകുന്ന കിങ്ങിണി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗുരുവായൂരപ്പന് മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.